സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യം സംസ്ഥാന കമ്മിറ്റി സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2025 ആഘോഷവും ഡോക്ടർ ബി ഇക്ബാലിൻ്റെ പുസ്തക പ്രകാശനവും നടന്നു. ഡോക്ടർ ബി ഇക്ബാൽ എഴുതിയ പുസ്തകം ഡോക്ടർ ടി എം തോമസ് ഐസക് ഡോക്ടർ മ്യൂസ് മേരി ജോർജിന് നൽകി പ്രകാശനം ചെയ്തു. 2025 പ്രകാശന ചടങ്ങിന് ശേഷം സോഫ്റ്റ്വെയർ ദിനത്തിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് നൽകിയ പ്രസംഗത്തിലേക്ക് സമഗ്രമായ ഒരു ഗ്രന്ഥം സ്വന്തം സോഫ്റ്റ്വെയറിൻ്റെ തത്വശാസ്ത്രം മാത്രമല്ല, അതിൻ്റെ വിവിധ മേഖലകളിലെ പ്രയോഗത്തെയും കുറച്ചൊക്കെ കേരളമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന മലയാളത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും സമഗ്രമായിട്ടുള്ള ഗ്രന്ഥം നമുക്ക് ലഭ്യമാവുകയാണ്. ഇത്തരമൊരു ദൗത്യം ഏറ്റെടുക്കുന്നതിന് എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഡോക്ടർ ഇക്ബാൽ. 80കളുടെ ആദ്യം ഡോക്ടർ ഇക്ബാല് ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി പ്രവർത്തിക്കുമ്പോഴാണ് ഈ പേറ്റന്റിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയുന്നത്. അതുവരെയും പേറ്റന്റിനെ കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ അത്ര വലിയ ഗൗരവത്തിലൊന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നീട് അത് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ ചെയ്ത കാര്യം ഈ പേറ്റന്റ് നിയമത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസന ലക്ഷ്യങ്ങളുമായിട്ട് ഇണങ്ങത്തക്ക രീതിയിൽ ഭേദഗതി ചെയ്തു എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും മറ്റും ഒരു ദീർഘകാല കാഴ്ചപ്പാടിൻ്റെ നല്ല ഉദാഹരണമാണ്. പക്ഷെ അന്ന് തന്നെ, അപ്പോൾ മുതൽ തന്നെ ഇതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ പല മണ്ഡലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് പുറത്ത് നിന്ന്. ആ പശ്ചാത്തലത്തിലാണ് ജനകീയാരോഗ്യ പ്രസ്ഥാനം നമ്മുടെ മരുന്ന് വ്യവസായത്തെയും മറ്റും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പേറ്റന്റും ആ പേറ്റന്റ് നിയമം നിലനിർത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുള്ള ക്യാമ്പയിനിലേക്ക് വന്നത്. ആ ദശാബ്ദം അവസാനിക്കും മുമ്പ് നമ്മുടെ ഇൻഡസ്ട്രി ഫോർ സാങ്കേതിക വിദ്യകൾ ലോകത്തെമ്പാടും നമ്മുടെ നാട്ടിലും പരക്കാൻ തുടങ്ങി. ഇൻ്റർനെറ്റ് വിപ്ലവം ആരംഭിച്ചു. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിക്ക് മുമ്പ് ഞങ്ങൾക്ക് ഡേറ്റ എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചിരുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലാണ്. അപ്പം അനലിറ്റിക്കൽ എക്കണോമിക്സ് അല്ല, എംപിരിക്കൽ എക്കണോമിക്സാണ്. പ്രൊഫസർ വൈദ്യനാഥിൻ്റെയൊക്കെ ശിഷ്യന്മാർ. അപ്പം ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ സ്ഥിതിര കണക്കുകൾ, അതിനെക്കുറിച്ചാണ് ഡേറ്റ എന്ന് പറയാം. എന്നാൽ അങ്ങനെയുള്ള ഔദ്യോഗിക സ്ഥിതിര കണക്കുകൾ മാത്രമല്ല, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാം തന്നെ ഡേറ്റയായിട്ട് മാറുന്നു. ആ ഡേറ്റ തന്നെ ഒരു പ്രത്യക്ഷ ഉൽപാദന ഉപാധിയായിട്ട് മാറുന്നു. അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ലോകത്തെ നിയന്ത്രിക്കാം, നമ്മളെ നിയന്ത്രിക്കാം, നമ്മളറിയാതെ തന്നെ നമ്മളെ നിയന്ത്രിച്ച് സ്വാധീനിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് ലാഭത്തിന് അടിസ്ഥാനമായിട്ട് മാറുന്നു. ഈ ഒരു മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ചർച്ചകൾ ആരംഭിക്കുന്നത്. അവിടെയും വഴിത്തിരിവിലെ വലിയ സംഭാവന ഡോക്ടർ ഇക്ബാൽ നൽകിയിട്ടുണ്ട്. 2001 വൈസ് ചാൻസലർ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്ന നിലയിൽ സ്റ്റാൾമാനെ കേരളത്തിലേക്ക് ക്ഷണിച്ച് ചർച്ച പ്രഭാഷണം നടത്തുന്നതിന് മുൻകൈ എടുക്കുകയുണ്ടായി. അതൊരു നിർണായക വഴിത്തിരിവാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ചർച്ചയും എന്ന് മാത്രമല്ല, സ്റ്റാൾമാൻ രാഷ്ട്രീയത്തിലേക്കും കടന്നു. പിന്നെ വി എസ് അച്യുതാനന്ദൻ്റെ സർക്കാർ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വരവ്.
VS ആയിട്ടുള്ള ഫേമസ് ഉള്ള ഫോട്ടോ. അതിൻ്റെ രാഷ്ട്രീയ ഫോൾ ഔട്ട് കേരളത്തിൻ്റെ അന്ന് രൂപീകരിച്ച IT നയത്തിൽ കാണാം. ആ IT നയത്തിൻ്റെ പ്രത്യേകത വേറെ എവിടെയെങ്കിലും നമ്മുടെ അറിവിലില്ല. ഒരു സംസ്ഥാന സർക്കാരോ ഒരു സർക്കാരോ തന്നെ IT നയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നായിട്ട് ഫ്രീ സോഫ്റ്റ്വെയർ, അതിൻ്റെ പ്രചാരണം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ഉപയോഗിക്കുക മാത്രമല്ല അതിലാവശ്യമായ ഭേദഗതി വരുത്തുക, മാറ്റം വരുത്തുക, വാക്കുകളോട് പങ്കുവെക്കുക, ഇതിനൊക്കെയുള്ള പ്രാധാന്യം അടിവരയിടുന്ന ഒരു നയരേഖ അംഗീകരിക്കപ്പെട്ടു. IC-FOS രൂപം നൽകുന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം ഞാൻ പറയാം കൈറ്റിൻ്റെ രൂപീകരണം. That's something marvel. യഥാർത്ഥത്തിൽ അത് അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ്? കാലം ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ അതിവേഗത്തിൽ IT യുഗത്തിലേക്കൊക്കെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ മറന്നു പോകുന്നുണ്ട്. കാരണം അന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് അവിടുത്തെ സോഫ്റ്റ്വെയർ മുഴുവൻ ഉണ്ടാക്കുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ വാശിക്ക്. അങ്ങനെ ഒരു വാശി പല ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. ഇന്നിപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, എതിർപ്പൊന്നുമില്ല, ആവണമെന്ന് വാശിയില്ല. ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമരമാണെന്നുള്ളൊരു ബോധം കൂടുകയല്ല കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. തിരക്ക് നമുക്ക് സ്വല്പം കൂടിയതുകൊണ്ടാവാം, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് കൈറ്റിനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. കാരണം ഒന്ന്, അത് പുറത്തുനിന്നുള്ള ഏജൻസി ഒന്നും അല്ലാണ് പാക്കേണ്ടത്. ദാറ്റ് ഇസ് ഇറ്റ്സെൽഫ് ഒരു വലിയ റെവല്യൂഷണറി ആയിട്ടുള്ളത്. അധ്യാപകരാണ്, ദേ ആർ ദി ഏജൻസ്. അവർ ഓൺ ചെയ്യുന്നു, അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ അവരറിഞ്ഞ് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാ ഭാഷാ സാഹിത്യം പഠിപ്പിക്കാനും ഇത് ഉപയോഗിക്കും. എന്ന് മാത്രമല്ല ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കുട്ടികളുടെ ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കോ-കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയാം. എക്സ്ട്രാ കരിക്കുലർ അല്ല, കോ-കരിക്കുലർ ആക്ടിവിറ്റി ലിറ്റിൽ കൈറ്റ്സ് ആണ്. നൗ ഇറ്റ്സ് സോ ക്രിയേറ്റീവ്. ഞാൻ ധനമന്ത്രി എന്ന നിലയിൽ ഒരു 3 ബഡ്ജറ്റിലെ എൻ്റെ പ്രസംഗം മുഴുവനും ലിറ്റിൽ കൈറ്റ്സിലെ കവിതയും കഥയും കൊണ്ട് ചിത്രങ്ങളും കൊണ്ട് എടുത്തിട്ടുള്ളത്. ആകെയുള്ളത് മാഷന്മാർ ചിലർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എഴുതിയിടാറുണ്ട്, കോപ്പി അടിച്ചിടാറുണ്ട്. അത് പിന്നെ സ്വല്പം നമ്മൾ വിവരമുള്ള ആൾക്കാർ PK രാജശേഖരൻ ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുത്ത് എവിടെയെങ്കിലും ഇത് വായിച്ചതായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേറെ സെർച്ച് നടത്താൻ പറ്റൂലല്ലോ മലയാളത്തിൽ. സോ ബട്ട് സ്റ്റിൽ സി സം ഓഫ് തിങ്സ്. നമ്മുടെ എൻ്റെ പേരെന്താ, നമ്മുടെ തൃശ്ശൂരെ പയ്യൻ വിനയാൽ. വിനയാലിൻ്റെ എൻ്റെ അമ്മയും അയലത്തെ അമ്മമാരും. സോ ഞാൻ ടേക്കൺ ബാക്ക്. ഒരു പയ്യനിത് വരച്ച് ലിറ്റിൽ കൈറ്റ്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുക, അവിടെ നിന്ന് എടുക്കണേ. ആൻഡ് ഇറ്റ് വാസ് എൻഡോഴ്സ്ഡ് ബൈ യുനെസ്കോ ആൻഡ് ദെൻ ഹി ബിക്കേം എ സെലിബ്രിറ്റി. ഞാൻ പടത്രാശ്വാനം കാണുമ്പോൾ എന്താ ചെയ്യണേ, മികനാരുടെ പുസ്തകത്തിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ഇതാണ്. പരസ്യം കണ്ടാൽ ഞാൻ നോക്കിയത് ഹാർപ്പർ ആൻഡ് കോളിൻസിൻ്റെ പരസ്യം. ഇത് ഡിസൈൻ ചെയ്ത കുട്ടി പ്രായം ഓപ്ഷൻസ് 5 ഉണ്ട്. കുട്ടിന്നല്ല, ആള് 50 വയസ്സിന് മുകളിൽ, 40, 50, പിന്നെ 15, പിന്നെ 15 താഴെ. ഒരാൾ പോലും 15 താഴെ എന്ന് ടിക്ക് ചെയ്യില്ല. സി ഈ ഒരു ക്രിയേറ്റിവിറ്റിയെ നമ്മുടെ കേരളത്തിൽ അൺലീഷ് ചെയ്യുന്നതിന് ഈ ഇടപെടൽ വിജയിച്ചിട്ടുണ്ട്. സോ ദീസ് ആർ തിങ്സ് ടു ബി സെലിബ്രേറ്റഡ്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ വലിയ കേമത്തം ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, ടു ടേക്ക് ദ മിഷൻ ഫോർവേഡ്.
മിഷൻ ഫോർവേഡ്. അപ്പം അതിൽ നിശ്ചയമായിട്ടും മുന്നോട്ട് പോകുന്നതിന് ഈ ഒരു ഗ്രന്ഥം സഹായകരമായിരിക്കും. അങ്ങ് ഡോക്ടർ ഇക്ബാലിനോട് സ്വല്പം അസൂയുണ്ട്. ഇങ്ങോട്ട് കൂടുതൽ നരച്ച് വരുന്തോറും പ്രൊഡക്ടിവിറ്റി അങ്ങ് കൂടുകയാണ്. സാറിന് ഞങ്ങൾ പറയുക മാർജിനൽ പ്രൊഡക്ടിവിറ്റി കയറി താഴേക്ക് വരണമെങ്കിൽ ആലോചിക്കുന്നതൊക്കെയാണ് പറയുക. പക്ഷേ ഇക്ബാലിന് അങ്ങനെയല്ല, വിപരീതമാണ്. എന്ന് മാത്രമല്ല, പണ്ടൊരു മലയാള പ്രേമം ഉണ്ടായിരുന്നു, മലയാളത്തിൽ എഴുതൂ, ആ ശാഠ്യമൊക്കെ വിട്ട് ഇംഗ്ലീഷിൽ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതാൻ തയ്യാറായിരിക്കുന്നതും വളരെ നല്ലത്. ഇനിയും നിർത്തരുത്, കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനായിട്ട് ഞങ്ങളുടെ കൂടിച്ചേരൽ നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പ്രകാശനകർമ്മം നിർവഹിച്ചതായി പറയുന്നു.